കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ കണ്ടത് എങ്ങനെയാണ് പെൻസിൽ ഡ്രോയിങ് ചെയ്യാന്നുള്ളതായിരുന്നു. ഇനി അത് പെയിന്റിങ് ചെയ്യണ്ടേ? എങ്ങനെയാണ് പെയിന്റിങ് ചെയ്യുന്നതെന്നുള്ളത് വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ ഞാൻ ഈ വീഡിയോയിൽ പറയുന്നുണ്ട്. ഏത് നമ്പർ ഓഫ് ബ്രഷ് ഉപയോഗിച്ചു, ഏത് ഷെയ്ഡ് ഓഫ് കളർ ഉപയോഗിച്ചു, അതെങ്ങനെയാണ് ബ്ലെൻഡ് ചെയ്തത് എന്നെല്ലാം പറഞ്ഞിട്ടാണ് ഈ വീഡിയോ ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവൻ കാണണം. മുഴുവൻ കണ്ടിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക. അതല്ലെങ്കിൽ ഞങ്ങളുടെ സോഷ്യൽ മീഡിയ പേജസിലേക്ക് മെസ്സേജ് ചെയ്യാവുന്നതാണ്. ഈ പെയിന്റിങ്ങിൻ്റെ പാർട്ട് 2 വീഡിയോ ആണത്. പാർട്ട് 1 വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ അത് ഉറപ്പായിട്ടും കാണണം. ഈ പെയിന്റിങ്ങിന് വേണ്ടി എങ്ങനെയാണ് ഇത് വരച്ചെടുക്കുന്നത് എന്നുള്ളതാണ് ആദ്യത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞു തന്നിട്ടുള്ളത്. ആ വീഡിയോ കണ്ടിട്ട് ഈ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പൂർണ്ണമായും എങ്ങനെയാണ് വരയ്ക്കുക എന്നുള്ളതും പെയിന്റ് ചെയ്യുക എന്നുള്ളതും മനസ്സിലാവും. നമ്മുടെ ചാനലിലെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, നോട്ടിഫിക്കേഷൻസ് എനേബിൾ ചെയ്യണം. അതുപോലെ തന്നെ ഈ വീഡിയോ മറ്റൊരാൾ കൂടി യൂസ്ഫുൾ ആണെന്ന് തോന്നുകയാണെങ്കിൽ ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. ഈ പെയിൻറ്റിങ്ങിന് വേണ്ടി യൂസ് ചെയ്യുന്ന മെറ്റീരിയൽസ് മൾട്ടിമീഡിയ പേപ്പർ, അക്രിലിക് പെയിൻറ്റിങ്ങിന് സ്യൂട്ടബിൾ ആയത് പെൻസിൽ, ഇറേസർ, അക്രിലിക് പെയിൻറ്റ്, ബ്രഷസ്, മാസ്കിംഗ് ടേപ്പ്. ഈ പെയിൻറ്റിങ്ങിന് വേണ്ടി ഞാൻ ഉപയോഗിച്ചിട്ടുള്ളത് ഫെവിക്രിൽ ബ്രാൻഡിൻ്റെ അക്രിലിക് പെയിൻ്റ് ആണ്. കാരണം അത് ബോട്ടിലിൽ വരുന്ന ഓൾറെഡി കുറച്ച് ഡൈല്യൂട്ടഡ് ആയ പെയിൻ്റ് ആണ്. അതുകൊണ്ടാണ് ഫെവിക്രിൽ യൂസ് ചെയ്തിട്ടുള്ളത്. ബോഡി കളർ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഉപയോഗിക്കുന്ന കളർ മിക്സിംഗ് എന്ന് പറയുന്നത് യെല്ലോ ഓക്രും വൈറ്റും കൂടി മിക്സ് ചെയ്തിട്ടാണ് ഞാൻ ഈ ഷെയ്ഡ് ഉണ്ടാക്കിയിട്ടുള്ളത്. ഇതിൽ നമുക്ക് പല വേരിയേഷൻസ് കൊടുക്കേണ്ടതായിട്ടുണ്ട്. അതായത് ഇപ്പം നമ്മൾ ചെയ്യുന്നത് ഈക്വൽ പോർഷൻസ് ഓഫ് യെല്ലോ ഓക്ര ആൻഡ് വൈറ്റ് മിക്സ് ചെയ്തിട്ടുള്ളതാണ്. ഇനി ഇതിൽ വേരിയേഷൻസ് കൊടുക്കും, അതായത് ലൈറ്റിൻ്റെ വേരിയേഷൻസ് കൊടുക്കുന്ന സമയത്ത് നമ്മൾ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ലൈറ്റർ സൈഡ് ആക്കേണ്ട സമയത്ത് നമ്മൾ വൈറ്റ് കൂടുതലെടുക്കും. അതുപോലെ ഡാർക്കർ ഷെയ്ഡ് ആക്കേണ്ട സമയത്ത് നമ്മൾ യെല്ലോ ഓക്കർ കൂടുതലെടുക്കും. യെല്ലോ ഓക്കർ കൂടുതലെടുത്തിട്ട് ശരിയാവുന്നില്ല എന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങൾക്ക് ബേൺ സിയന്നയുടെ ഒരു ചെറിയൊരിത് ഈക്വൽ പോർഷനിൽ എടുക്കരുത്, ചെറുതായിട്ട് ബേൺ സിയന്ന ആഡ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ കുറച്ചുകൂടി ഒരു ഡാർക്കർ വേർഷൻ കിട്ടും. ഇപ്പം നമ്മൾ ചെയ്യുന്നത് ഈക്വൽ പോർഷൻ ഓഫ്, അതായത് ഒരു പഞ്ച് ഓഫ് യെല്ലോ ഓക്കർ എടുക്കുകയാണെങ്കിൽ ഒരു പഞ്ച് ഓഫ് വൈറ്റ്, അങ്ങനെയാണ് മിക്സ് ചെയ്തിട്ട് ഈ പോർഷൻ നമ്മൾ പെയിൻറ്റ് ചെയ്തിട്ടുള്ളത്. ഇനി നമ്മൾ ചെയ്യുന്നത് ലൈറ്റർ പോർഷൻ കൊടുക്കുകയാണ്. അതിനുവേണ്ടി നമ്മൾ ഓൾറെഡി മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള നേരത്തെ ചെയ്ത യെല്ലോ ഓക്കർ ആൻഡ് വൈറ്റിലേക്ക് നമ്മൾ കുറച്ചുകൂടി വൈറ്റ് ആഡ് ചെയ്ത് ലൈറ്റർ ഷെയ്ഡ് ഉണ്ടാക്കിയെടുക്കുകയാണ്. അപ്പോൾ ലൈറ്റർ ഷെയ്ഡ് കൊടുക്കേണ്ടത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഒരു ലൈറ്റ് വന്ന് വീഴുന്ന റിഫ്ലക്ഷൻ എങ്ങനെയാണോ അതിനനുസരിച്ചിട്ടാണ് ഈ ലൈറ്റർ ഷെയ്ഡ് നമ്മൾ കൊടുക്കുന്നത്. ബാക്ക് ചെയ്ത പോലെ തന്നെ കൈയും സെയിം ടെക്നിക്കാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. കയ്യിലും ഇതേപോലെ തന്നെ ലൈറ്റ് വരുന്ന ഭാഗത്ത്, ആ റിഫ്ലക്ഷൻ കാണിക്കേണ്ട ഭാഗത്ത് നമ്മൾ ലൈറ്റർ ഷെയ്ഡ് കൊടുക്കണം. പുറത്തും ഈ കാണിച്ചിട്ടുള്ള പോലെ തന്നെ ലൈറ്റർ ഷെയ്ഡ് വേണ്ട ഭാഗങ്ങളിൽ കൊടുക്കണം. നമുക്ക് ഇഷ്ടമുള്ള കളർ ബ്ലൗസിനും സാരിക്കും കൊടുക്കാം. ഞാനിവിടെ ചൂസ് ചെയ്തിട്ടുള്ളത് ബ്ലൗസിന് ഓറഞ്ച് കളറാണ്. അത് ഫില്ല് ചെയ്ത് കൊടുക്കാം.
അതിനുശേഷം സാരിക്ക് ഞാൻ ചൂസ് ചെയ്തിട്ടുള്ളത് പിങ്ക് ഷെയ്ഡാണ്. പിങ്ക് ഷെയ്ഡ് കംപ്ലീറ്റ്ലി ഫില്ല് ചെയ്ത് കൊടുക്കാം. നമ്മളിപ്പോൾ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ ആദ്യം ഈ ബേസ് കളേഴ്സ് എല്ലാം ഫില്ല് ചെയ്ത് കൊടുത്തിട്ട് പിന്നെ നമ്മൾ ഷെയ്ഡിങ് വേരിയേഷൻസ് അപ്ലൈ ചെയ്യാണ്. എഡ്ജസ് കൊടുക്കുന്ന സമയത്ത് സൂക്ഷിക്കണം പുറത്തേക്ക് പോവാതിരിക്കാൻ. കൈ ഉയർത്തി നിൽക്കുമ്പോൾ പുറത്ത് വരുന്ന ഒരു ലൈൻ ഉണ്ടല്ലോ നടുവിൽ, അതാണ് ഇനി അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. ഇതിൽ അപ്ലൈ ചെയ്യാൻ വേണ്ടി ഞാൻ കളേഴ്സ് മിക്സ് ചെയ്തിരിക്കുന്ന രീതി പറയാം. നമ്മൾ ആദ്യം ക്രിയേറ്റ് ചെയ്ത ബോഡി കളർ ഉണ്ടല്ലോ മിക്സ് ചെയ്തിട്ട് അതിലേക്ക് ഒരല്പം വളരെ കുറച്ച് മാത്രം ബേൺ സിയന്ന ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പം നമുക്ക് ഒരിത്തിരി കൂടി ഡാർക്ക് വേരിയേഷൻ കിട്ടും. അതാണ് ഞാൻ ഇനി ഡാർക്ക് ഷെയ്ഡ് കൊടുക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന കളർ. ഈ ഡാർക്ക് വേരിയേഷൻസും ലൈറ്റർ വേരിയേഷൻസും കൊടുക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ ലൈറ്റ് വന്ന് വീഴുന്നതിനനുസരിച്ചുള്ള വ്യത്യാസങ്ങളാണ് നമ്മൾ കാണിക്കുന്നത്. ഈ കളർ വേരിയേഷൻസ് കൊടുത്താൽ മാത്രം പോരാ, അത് തമ്മിൽ നന്നായി ബ്ലെൻഡ് ചെയ്തെടുക്കണം. ഞാനിപ്പോൾ ചെയ്തിട്ടുള്ളത് ഒരു ഫ്ലാറ്റ് ബ്രഷ് ഉപയോഗിച്ച് 2 ഷെയ്ഡ്സും അതായത് ലൈറ്റും ഡാർക്കറും തമ്മിൽ നന്നായി ബ്ലെൻഡ് ചെയ്ത് കൊണ്ടുവന്നിരിക്കുകയാണ്. പുറത്ത് ചെയ്ത അതേ മെത്തേഡ് തന്നെയാണ് നമ്മൾ കയ്യിലും ചെയ്യുന്നത്. ബ്ലൗസിൽ ഷെയ്ഡ് ഡിഫറൻസ് കൊടുക്കാൻ വേണ്ടി ഞാൻ ഓറഞ്ചിൽ നേരത്തെ പറഞ്ഞ പോലെ തന്നെ വളരെ ചെറിയൊരു എമൗണ്ട് ഓഫ് ബേൺ സിയന മിക്സ് ചെയ്തിട്ടാണ് ഈ ഷെയ്ഡ് ഉണ്ടാക്കിയിട്ടുള്ളത്. ഇനി നമുക്ക് സാരിയുടെ ഫോൾഡിംഗ് ആണ് കാണിക്കേണ്ടത്. ആ മടക്കുകൾ വീണ് കിടക്കുന്നത് അത് കുറച്ച് ഡാർക്കൻ ചെയ്ത് കൊടുക്കണം. അതിനു വേണ്ടി ഞാൻ യൂസ് ചെയ്തിട്ടുള്ളത് പിങ്കിലേക്ക് ഒരല്പം വളരെ കുറച്ച് മാത്രം ക്രിംസൺ ആഡ് ചെയ്ത് ഒരു ഡാർക്ക് ഷെയ്ഡ് ഉണ്ടാക്കിയെടുത്തിട്ടാണ് ഈ ഫോൾസ് മാർക്ക് ചെയ്യുന്നത്. ഹെയർ ചെയ്യാൻ വേണ്ടി കംപ്ലീറ്റ്ലി ബ്ലാക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. ഇനി ഉപയോഗിക്കുന്ന ബ്രഷ് കുറച്ച് ഹാർഡ് ബ്രിസിൽസ് ഉള്ള ഒരു ബ്രഷാണ്. ഈ ബ്രഷ് ഉപയോഗിച്ച് അധികം ഡൈല്യൂട്ടഡ് അല്ലാത്ത പെയിൻറ്റും ഉപയോഗിച്ചിട്ട് നമ്മൾ ഹെയറിൻ്റെ ടെക്സ്ചറാണ് കൊടുക്കുന്നത്. മുടി കെട്ടി വെക്കുമ്പോൾ മുകളിലേക്ക് താഴെ കഴുത്തിൽ കുറച്ച് ഹെയർ കാണുമല്ലോ, ചെറിയ ഹെയർ, അതാണ് ഇനി പെയിൻറ്റ് ചെയ്യുന്നത്. മുടിയുടെ എഡ്ജസിലും ഇതേപോലെ തന്നെ കുറച്ച് മുടി ഇങ്ങനെ പാറി നിൽക്കുന്ന പോലെ ചെയ്യാൻ വേണ്ടി വളരെ സട്ടിലായിട്ടാണ് ഈ ബ്രഷ് ഉപയോഗിച്ച് കൊടുത്തിട്ടുള്ളത്. രണ്ട് ഫിംഗേഴ്സിൽ മാത്രം ചെറുതായിട്ട് നെയിൽസ് കാണുന്ന പോലെ കൊടുക്കുകയാണ്. അതിനുവേണ്ടി ക്രിംസനാണ് യൂസ് ചെയ്തിട്ടുള്ളത്. ബാക്ക്ഗ്രൗണ്ട് ചെയ്യാൻ വേണ്ടി യെല്ലോ ഓക്കറും വൈറ്റും
വളരെ ഡൈല്യൂട്ടഡായി എടുത്ത് നമ്മളൊരു വാഷിംഗ് ടെക്നിക്കിൽ ബാക്ക്ഗ്രൗണ്ട് കൊടുക്കുകയാണ്. ഫ്ലവേഴ്സ് ചെയ്യാൻ വേണ്ടി ഞാൻ ടൈറ്റേനിയം വൈറ്റ് യൂസ് ചെയ്തിട്ടാണ് പെയിൻറ്റ് ചെയ്തിട്ടുള്ളത്. ഇനി ഈ പെയിൻറ്റിങ്ങിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ വെറുതെ ഒരു എലമെൻറ്റ് ഓഫ് ഗ്രീൻ കൊടുക്കാൻ വേണ്ടി ഞാൻ ബേൺ സിയന യൂസ് ചെയ്ത് താഴേക്കുള്ള കുറച്ച് വൈൻസ് വരച്ചിട്ട് അതിൽ കുറച്ച് ലീവ്സ് കൊടുക്കുകയാണ്. സാപ്പ് ഗ്രീൻ യൂസ് ചെയ്തിട്ടാണ് ലീവ്സ് കൊടുക്കുന്നത്. വീഡിയോ എല്ലാവരും കണ്ടല്ലോ, എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. പെയിൻറ്റിങ് എങ്ങനെയാണ് ചെയ്യുന്നതെന്നുള്ളത് എല്ലാവർക്കും മനസ്സിലായല്ലോ. വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെയാണ് ഞാൻ പറഞ്ഞു തന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇത് ചെയ്ത് നോക്കാൻ താല്പര്യമുള്ളവർക്ക് ഈസി ആയിട്ട് ഇത് ചെയ്ത് നോക്കാവുന്നതേ ഉള്ളൂ. ഞാൻ പറഞ്ഞതാരും മറക്കരുത്, ഈ വീഡിയോ കണ്ടിട്ട് പാർട്ട് 1 കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ആ വീഡിയോ കൂടി കാണണം. എന്നാലേ ഇതെങ്ങനെയാണ് വരയ്ക്കുന്നതെന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. ഈസി ആയിട്ട് എങ്ങനെയാണ് വരയ്ക്കുന്നതെന്നുള്ളത് ആ വീഡിയോയിൽ പറയുന്നുണ്ട്. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. അതുപോലെ നോട്ടിഫിക്കേഷൻസ് എനേബിൾ ചെയ്യണം. ഈ വീഡിയോ ഷെയർ ചെയ്യാനും മറക്കരുത്. നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും